ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തൂരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ആ സ്തോത്രകാവ്യത്തെ മേൽപ്പുത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ഭഗവാന് സമർപ്പിച്ച ഈ അക്ഷര പൂജയാണ് നാരായണീയ മധുരമായി നാം വീണ്ടും ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ നാരായണീയ മധുരത്തിൻ്റെ 93-ാമത്തെ ദിവസമാണ്. 9-ാമത്തെ ദശകത്തിൽ 5-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്നത്. ആ ഭാഗം, ആദ്യം ശ്ലോകം, അതിനുശേഷം അതിൻ്റെ അർത്ഥം, വീണ്ടും ശ്ലോകം, പിന്നീട് ഭാഷാഗാനമായ ശ്രീഹരീയ പാരായണം. ശതേന പരിവത്സരേ ദൃഢസമാധിബന്ധോല്ലസൽ പ്രബോധ വിശദീകൃത സഖലു പത്മിനീ സംഭവ. അദൃഷ്ടചരമദ്ഭുതം തവ ഹി രൂപമന്തർദൃശാ വ്യചഷ്ട പരിതുഷ്ടധീർ ഭുജഗഭോഗഭാഗാശ്രയം. സാ പത്മിനീ സംഭവ ഖലു ശതേന പരിവത്സരൈ ദൃഢസമാധിബന്ധോല്ലസൽ പ്രബോധ വിശദീകൃത പരിതുഷ്ടധീ അദൃഷ്ടചരം അദ്ഭുതം ഭുജഗഭോഗഭാഗാശ്രയം തവ രൂപം അന്തർദൃശാ വ്യചഷ്ടഹി. സാ പത്മിനീ സംഭവ, പത്മജൻ, പത്മത്തിൽ നിന്ന് ഉണ്ടായവൻ. ആരാത്? ബ്രഹ്മാവ്. ആ ബ്രഹ്മാവാകട്ടെ സാ പത്മിനീ സംഭവ ഖലു ശതേന പരിവത്സരൈഹി,
100 ദിവ്യ സംവത്സരങ്ങൾ കൊണ്ട് ദൃഢസമാധി ബന്ധോല്ലസൽ ഉറച്ച സമാധിയെ ധരിച്ചതുകൊണ്ട്, അതിൽ ബന്ധിക്കപ്പെട്ടതുകൊണ്ട്, പ്രബോധ വിശദീകൃത ജ്ഞാനം തെളിഞ്ഞു, മനസ്സിലെ മാലിന്യങ്ങൾ, അജ്ഞാനമാകുന്ന മാലിന്യങ്ങളൊക്കെ ഇല്ലാതെയായി, പരിതുഷ്ടധീ, പരിതുഷ്ടമായ ബുദ്ധി എന്ന് വെച്ചാൽ പരമാനന്ദം നിറഞ്ഞ അന്തരംഗത്തോടെ, ബുദ്ധിയോടെ, ചിന്തയോടെ, അദൃഷ്ടതരം അദ്ഭുതം, മുമ്പ് കണ്ടിട്ടില്ലാത്തതും അത്ഭുതകരവുമായിരിക്കുന്ന, ആശ്ചര്യത്തിന് കാരണവുമായിരിക്കുന്ന ഭുജഗഭോഗഭാഗാശ്രയം തവരൂപം, ആദിശേഷൻ എന്ന നാഗശ്രേഷ്ഠന്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തെ ആശ്രയിച്ചുകൊണ്ടുള്ള അവിടുത്തെ തിരുവുടൽ, തവരൂപം, അന്തർദൃശ വ്യചഷ്ടഹി, ദിവ്യദൃഷ്ടി കൊണ്ട്, അകക്കണ്ണുകൊണ്ട് കാണുകയും ചെയ്തു. അപ്പോൾ താമരയുടെ കാരണം അന്വേഷിച്ചു, കണ്ടെത്താനായില്ല. ഭഗവാനെ തപസ് ചെയ്തു. ആ തപസ്സിനൊടുവിൽ സാക്ഷാൽ അനന്തപത്മനാഭനായി. ആ പത്മനാഭം, ഭഗവാൻ പത്മനാഭനാണ്, നാഭിയിൽ പത്മമുള്ളവനാണ്. ആ പത്മം ഉള്ള നാഭിയിലാണ്, ആ നാഭിയിൽ നിന്ന് പോയ പത്മത്തിലാണ് ബ്രഹ്മാവിരിക്കുന്നത്, അല്ലേ? ബ്രഹ്മാവ് ആ ഭഗവാനെ വേണ്ട പോലെ കണ്ടു എന്ന് പറയുന്നു. ആ ഭാഗം, ആ ശ്ലോകം ഒരിക്കൽ കൂടി പാരായണം ചെയ്യാം. ശതേന പരിവത്സരൈർ ദൃഢസമാധിബന്ധോല്ലസൽ പ്രബോധ വിശദീകൃത സഖലു പത്മിനീ സംഭവ അദൃഷ്ടചരമദ്ഭുതം തവ ഹി രൂപമന്തർദൃശ വ്യചഷ്ട പരിതുഷ്ടധീർ ഭുജഗഭോഗഭാഗാശ്രയം. നാരായണ 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 രാധാ ഗോവിന്ദ. ശതദിവ്യ സംവത്സരം സമാധിയായി പത്മജനും ശാന്തചിത്തനായി ജ്ഞാനപൂരിതനായി ശാന്താകാര വപുസാർന്ന ഭഗവാന്റെ ദിവ്യമാകും ശരീരത്തെ ദർശിച്ചല്ലോ ദിവ്യദൃഷ്ടിയാൽ. നാരായണ 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 രാധാ ഗോവിന്ദ. കൃഷ്ണ ഗുരുവായൂരപ്പ നാഥാ ഗുരുവായൂരപ്പ ദേവാ ഗുരുവായൂരപ്പ ശ്രീവാതനാഥ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം.